നമസ്കാരം, ഫാബിലാണ്. വീട്ടിൽ നിന്നാണെങ്കിലും ജിമ്മിലാണെങ്കിലും എഫക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് അത് ഫാറ്റ് ലോസിനാണെങ്കിലും മസിൽ ടോണിങ്ങിനാണെങ്കിലും മസിൽ ബിൽഡിങ്ങിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ വെയിറ്റ് കുറച്ചതിൽ സ്റ്റെക്കായി നിൽക്കും, ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത പോലെ തോന്നും, ഒട്ടും മസിൽ ഡെഫിനിഷൻ വരാത്ത രീതിയിൽ തോന്നും, ബോഡിക്ക് ഒരു ഷേപ്പും ഒരുപാട് കാലം വർക്കൗട്ട് ചെയ്താലും വരാത്ത പോലെ തോന്നും. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഏതൊക്കെ എക്സസൈസ് എപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ എക്സസൈസിന്റെ എഫക്റ്റീവ്നെസ് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നമ്മളെ പേശികൾക്ക് ആവശ്യത്തിനുള്ള ഉത്തേജനം കൊടുക്കാനാണ്. എന്തിനാണ് ഈ ഉത്തേജനവും വേണ്ട പോഷകവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മസിൽസിന്റെ ശക്തിയും മസിൽ ഫൈബേഴ്സും ഒക്കെ ഡിഗ്രേഡ് ചെയ്ത് പോകും. ഇതുകൊണ്ടാണ് സെഡൻഡറി ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മസിൽ മാസ് കുറഞ്ഞു വരുന്നത്. 30 വയസ്സ് കഴിഞ്ഞു വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മസിൽ ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ മസിൽ അട്രോഫി നല്ല രീതിക്ക് ഉണ്ടാവും. അത് ഒഴിവാക്കാനും ഈ പ്രോഗ്രസീവ് ഓവർലോഡ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര kg ഡംബൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2 കിലോയൊക്കെ ഡംബൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓരോ മസിൽസിനും ഓരോ വെയിറ്റ് ആണ് ആദ്യം തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ചെസ്റ്റ് പോലെയുള്ള ബിഗ് മസിൽസിന് നല്ല വെയിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും, ലെഗിന് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ചെറിയ മസിൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആംസ്, ഷോൾഡേഴ്സ്, ഇതിനൊക്കെ നമുക്ക് വലിയ വെയിറ്റുകൾ എടുക്കാൻ വേണ്ടി പറ്റില്ല. എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മസിൽസിനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഉടനടി ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ 2 കിലോ വെയിറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനും ഫോം കറക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എന്താണ് ഫോം? എക്സസൈസ് ചെയ്യുന്നതിന്റെ കറക്റ്റ്നെസ് ആണ് ഫോം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബൈസെപ്പ് കേളിന് വേണ്ടി ചെയ്യുന്ന ബൈസെപ്പ് കേൾ ഇങ്ങനെ ആടിയാ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോം തെറ്റാണെന്ന് പറയാം. എന്നാൽ സ്റ്റേൺ ആയിട്ട് നിന്ന് സ്ലോലി കോൺട്രാക്ട് ചെയ്ത് പ്രോപ്പറായി ഇങ്ങനെ ചെയ്യുന്നത് ഫോം കറക്റ്റ് ആണെന്ന് പറയാം. അതാണ് ഫോം. ഈ ഫോം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 kg മേലേക്ക് കൊണ്ടുവരാം. അതായത് 3 kg ആക്കാം, 4 kg ആക്കാം, 5 kg ആക്കാം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് റേഞ്ച് ഓഫ് മോഷൻ. ലെറ്റ്സ് സേ നമ്മൾ 2 കിലോയിൽ സ്റ്റാർട്ട് ചെയ്ത് 2 കിലോ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരെ എത്തിക്കാൻ പറ്റുന്നുള്ളൂ, ഇതിൻ്റെ മേലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ പരിമിതപ്പെട്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. എല്ലാം നമുക്ക് ഒരു വരെയില്ല, ഫോം കറക്റ്റ് ആണ്, അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ ഫുൾ താഴെ നിന്ന് മേലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാം. ഇനി അടുത്ത സാധനം കൺട്രോളാണ്. നമുക്ക് ഒട്ടും കൺട്രോൾ ഇല്ല. നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വിറച്ച് പോവാണ്. റേഞ്ച് ഓഫ് മോഷൻ ഒക്കെ ഉണ്ട്, എടുക്കാനും പറ്റുന്നുണ്ട്, പക്ഷേ ഒട്ടും കൺട്രോൾ ഇല്ല. കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഗ്രിപ്പ് വിട്ട് പോകുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇല്ല എന്ന് പറയാം. ഇഞ്ചുറിക്ക് അലസിക്കും, അല്ലെങ്കിൽ കാലിലേക്ക് ഡംബൽ വെക്കാനുള്ള സാധ്യത കൂടും. അപ്പം അത്തരം സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡംബലിന്റെ വെയിറ്റ് കുറയ്ക്കണം. സോ ഇഞ്ചുറി ഇല്ലാണ്ട് ചെയ്യണം, റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റ് ആയിരിക്കണം, ഫോമും കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കൂട്ടാം. ഇനി അടുത്ത സംഗതിയാണ് റെപ്പ് റേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഷോൾഡർ പ്രസ് നമ്മളൊരു 12 മുതൽ 15 ആവർത്തനം അല്ലെങ്കിൽ റെപ്പറ്റേഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 12 മുതൽ 15 റെപ്പറ്റേഷൻ്റെ ഇടയിൽ നമ്മൾ വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം, കൂട്ടണ്ട. അല്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്നിട്ട് നിങ്ങൾ ഇതേ എക്സസൈസ് ഇതേ റെപ്പ് റേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 15 വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് ഇനിയും പോകും എന്നുണ്ടെങ്കിൽ 12 മുതൽ 15 റെപ്പറ്റേഷനിലാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഈ 15 കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആയില്ലേ? അപ്പം നമുക്ക് ഹെവിയർ ആക്കാം, ഈ 2 കിലോ എന്നുള്ളത് കൂട്ടാം. ഇത്രയും ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വെയിറ്റ് എപ്പോഴൊക്കെ കൂട്ടാമെന്ന് അനുവാദം സെൽഫായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരം മാനദണ്ഡങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാനും വേണ്ടത്ര സ്റ്റിമുലേഷൻ മസിൽസിന് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ എപ്പോൾ കൂട്ടണം കുറയ്ക്കണം എന്നുള്ള ഡൗട്ട്സ് മാറ്റാൻ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി എന്തിനാണ് വെയിറ്റ് ഇങ്ങനെ കൂട്ടി വരുന്നത് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് റെപ്പറ്റേഷൻ, ആവർത്തി, അല്ലെങ്കിൽ സെറ്റ് തന്നാൽ ഒരു 12 റെപ്പറ്റേഷൻ്റെ 3 ചെയ്തു. അങ്ങനെ 3 ചെയ്യുന്നതിനാണ് സെറ്റ് എന്ന് പറയാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റെപ്പ് കൂട്ടാം, അല്ലെങ്കിൽ സെറ്റ് കൂട്ടാം, അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കൂട്ടാം. ഈ 3 രീതിയിലാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ നമ്മൾ ലൈറ്റർ വെയിറ്റ് ഇട്ടിട്ട് നമ്പർ കൂട്ടുമ്പോൾ എക്സസൈസിൻ്റെ ദൈർഘ്യം കൂടും എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു സ്വീറ്റ് ലെവൽ എത്താൻ വേണ്ടി നമുക്ക് വെയിറ്റ് കൂട്ടാം. അതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്തിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉത്തേജനം മസിൽസിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിക്ക് മസിൽ ബിൽഡ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭാഷയിൽ ടോൺ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ലളിതമായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. ഇനി അടുത്തൊരു ടോപ്പിക് ഏതിനെയും കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അതും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന് പുറമെ നിങ്ങൾക്കൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്.